ഇന്ന് നമുക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഓർഡർ കൊടുക്കാൻ പോകുന്ന റോഡിൻ്റെ സ്ഥിതിയാണിത്. ഒരു മഴ വന്നാൽ നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്ത് കഷ്ടമല്ലേ. കൊടുക്കാൻ പോകുന്ന കേക്കാണെങ്കിലോ അപാര ഹൈറ്റും 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞത്. ഒരു 60th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് കേക്ക് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അതേ തീമിൽ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് കേക്കുകളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിയിലാണ് ഞാനിപ്പോൾ. അങ്ങനെ നമ്മൾ ഇതും രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പീസാക്കുന്ന പരിപാടി മാത്രമാണ് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ പീസ് കേക്കുകളും ടോൾ കേക്കുകളൊക്കെ ആയിട്ട് നമ്മൾ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. പിന്നെ നമ്മുടെ ടോൾ കേക്ക് ചെയ്യേണ്ട കുറച്ച് ഫോണ്ടൻ്റ് വർക്കുകളും കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫോണ്ടൻ്റെല്ലാം ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റേജിൽ കൊണ്ടുപോയിട്ടൊന്ന് വെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 60th ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ 60 എന്ന് പറയുന്ന നമ്പറിൽ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തു. പിന്നെ താഴത്ത് നമ്മൾ ഫോണ്ടൻ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. കൂടെ ഉള്ളത് നമ്മുടെ ശരത്താണ് PKCയിലെ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് മൊത്തത്തിലൊരു പ്ലെയിനായൊരു ഫീലിങ്, സ്റ്റെൻസിൽ വർക്ക് പോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇവാപ്പറേറ്റർ നമ്മൾ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവാപ്പറേറ്ററിനകത്തോട്ട് നമ്മൾ കുറച്ച് സിൽവർ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റെൻസിൽ വർക്ക് പോലെ കൊടുത്തു. നിങ്ങൾ പറയൂ, ആദ്യത്തെ കേക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള കേക്കാണ് ഇഷ്ടപ്പെട്ടത്? അപ്പം എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. പ്ലെയിൻ എഫക്റ്റ് അങ്ങ് മാറി. സാറിനൊക്കെ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സാറ് ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി സ്റ്റേജിനോട് വിട പറഞ്ഞു പോയി. ഇപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.